ഗായ്സ്, അപ്പോൾ ഞങ്ങളൊരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഫംഗ്ഷൻ എന്താ വെച്ചാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുണ്ട് ആര്യ പാർവതി, അവളുടെ പുതിയ ഡാൻസ് ഷോറൂമിൻ്റെ ഉദ്ഘാടനമാണ് കേട്ടോ. അവൾ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട് വൈക്കത്ത്, ആര്യ മോഹനം എന്ന് പറഞ്ഞ ഒരു ബ്രാഞ്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പേസ്, മോഹിനിയാട്ടത്തിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോയതാണ്. ഞാനും യദുവേട്ടനും വിഭക്കുട്ടിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വിശിഷ്ട അതിഥിയും കൂടി ഉണ്ട് കേട്ടോ ഉദ്ഘാടനത്തിന്. അതിന് ശേഷം എന്താ പാലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് അവളെ പോയി എടുക്കണേ. അപ്പോൾ ഇത് ആര്യ ഫുൾ നല്ല തിരക്കിലായിരുന്നു. അവൾ എല്ലാവരുടെ അടുത്തുനിന്നും അനുഗ്രഹമൊക്കെ വാങ്ങുമായിരുന്നു. ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് കുറേ പേര്, പിന്നെ അവളുടെ റിലേറ്റീവ്സ്, പിന്നെ ഫസ്റ്റ് ഗുരു, അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. പിന്നെ അവളുടെ അമ്മുമ്മ, അച്ഛമ്മ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവൾ എല്ലാവരുടെ അടുത്തുനിന്നും ബ്ലെസ്സിങ്സ് വാങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ഞാനിങ്ങനെ നിൽക്കുമായിരുന്നു. അതിന് മുന്നേ അവളെ കണ്ടിട്ടുണ്ടായിരുന്നു, അമ്മയും അച്ഛനൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ അവളുടെ അച്ഛനാണിത്. അച്ഛനായാലും ഒക്കെ അത് ഞങ്ങളോട് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, വലിയ കാര്യമായിട്ട് തന്നെ കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ഞാനിങ്ങനെ നിൽക്കുമായിരുന്നു. അതിനുശേഷം എന്താ ഭദ്രദീപം കൊളുത്തുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ ഇതാണ് കേട്ടോ അവളുടെ അമ്മയാണ്, ആര്യയുടെ അമ്മയാണ് ഇത് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഭദ്രദീപം ജസ്റ്റ് അവിടെ ഉള്ളിൽ കൊളുത്തുന്ന ഒരു ചടങ്ങും കൂടി ഉണ്ട്. അതിന് മുന്നേ ഞാൻ പാലുവിനെ പോയി എടുത്ത് അവളുടെ അടുത്ത് കുറേ വർത്താനമൊക്കെ പറഞ്ഞ്, അവൾക്ക് പരിചയക്കേടൊന്നുമില്ല കേട്ടോ, നല്ലപോലെ വർത്താനമൊക്കെ പറഞ്ഞ് എനിക്കൊരു ഉമ്മയൊക്കെ തന്നു അവൾ. അങ്ങനെ ഞാനും പാലും കൂടി വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭദ്രദീപമൊക്കെ കൊളുത്തിയിട്ട് അവളിതാ പാലുവാണെങ്കിൽ ആര്യയുടെ അടുത്തൊന്നും മാറണേയില്ല. ഫുൾ ടൈം ആര്യെന്ന് വിളിച്ച ആര്യയുടെ പുറകെ തന്നെയാണ്. അതിനുശേഷം ഞങ്ങളിതാ ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് പോവാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു അതിഥി. അപ്പോൾ ഇതാ രജനീഷേട്ടനൊക്കെ ഉണ്ട് കേട്ടോ, ഇൻ്റർവ്യൂവറാണ്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ പോലെ വിശിഷ്ട അതിഥി വന്നു. അനുശ്രീയാണ് കേട്ടോ അതിഥി. അപ്പോൾ ഇതാ ആര്യയുടെ കൂടെ അനുശ്രീയും വന്നിട്ടുണ്ട്. സിനിമാ നടി അനുശ്രീയാണ് വിശിഷ്ട അതിഥിയായിട്ട് വന്നേക്കണേ. അപ്പോൾ അത് അതിൻ്റെ തിരക്കും എല്ലാം ഉണ്ട്. ഉള്ളിൽ കയറിയിട്ടുണ്ട് അവിടെ. എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. പുറത്ത് വെച്ചിട്ട് പുറത്ത് അവളൊരു സ്റ്റേജ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. പറഞ്ഞിട്ടാണ് ഞാൻ അവരിങ്ങനെ കുത്തി പറയുന്നതിൽ ഞാൻ മെയിനായിട്ട് പറയുന്നത് അതാണ്, ഡാൻസ് പഠിക്കാൻ വീട്ടിലല്ലോ എന്ന്. അപ്പോൾ അച്ഛനും അമ്മയും പറയും അതിന് നീ സിനിമാ നടി ആവുന്നു ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ എന്ന് പറയും. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ അവിടെങ്ങളിലൊന്നും ഇപ്പോഴും ഇത്രത്തോളം അത് കഴിഞ്ഞ് അതിനുശേഷം പുറത്തും ഒരു ഭദ്രദീപം തെളിയിക്കലുണ്ടായിരുന്നു. ഇത് ആര്യയുടെ അമ്മൂമ്മയാണ് കേട്ടോ. അമ്മൂമ്മ നമ്മളോടൊക്കെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഷോർട്സ് ഇത്രയേ ഉള്ളൂ. ബൈ.